വെൽക്കം. തായ്മനാണ്. മറവി രോഗം അല്ലെങ്കിൽ അൽഷീമേഴ്സ് ഡിസീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ അൽഷീമേഴ്സിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു, ദെൻ അതുണ്ടാവാനുള്ള കാരണങ്ങൾ, പാത്തോഫിസിയോളജി, ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞു. ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ പറയുന്നത് ഈ രോഗത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. ദ ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അൽഷീമേഴ്സ് ഡിസീസ്. സോ അൽഷീമേഴ്സ് രോഗവും അസറ്റൈൽ കോളീൻ എന്ന് പറയുന്ന ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് തലച്ചോറിൽ ആദ്യം വന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗത്തിലുള്ള മരുന്നുകൾ അസറ്റൈൽ കോളീന്റെ അളവ് തലച്ചോറിൽ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിപ്പിക്കുന്ന തരം മരുന്നുകളാണ്. സോ അവയെ നമുക്ക് വിളിക്കാൻ കോളീൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് നമ്മൾ അവയെ വിളിക്കുക. കോളീൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളാണ് ഇൻഹിബിറ്റേഴ്സ്. സോ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡോണപെസിൽ ആണ്, DONEPEZIL, ഡോണപെസിൽ. ദെൻ റിവാസ്റ്റിക്മിൻ ആണ് അടുത്ത മരുന്ന്, സ്റ്റിക്മിൻ, റിവാസ്. ഒരു മരുന്ന് കൂടിയുണ്ട് ഗാലന്റമിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്, ഗാലന്റമിൻ. സോ ഇതാണ് ഈ വിഭാഗം മരുന്നുകൾ. പിന്നീട് 2003 എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയ മരുന്നാണ് മെമാൻറ്റിൻ എന്ന് പറയുന്ന മരുന്ന്. മെമാൻറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് നെയിം എനിക്ക് തോന്നുന്നു ബ്രാൻഡ് നമന്റെ ആണ് തോന്നുന്നു. ഇത് NMDA റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്ന ഒരു മരുന്നാണ്. 2003 ശേഷം പിന്നീട് അൽഷീമേഴ്സിന് പല മരുന്നുകളും പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നെങ്കിലും ഒരു മരുന്നും സക്സസ് ആയില്ല. പിന്നീട് 2021 ബയോജൻ കമ്പനിയുടെ ഒരു കുത്തിവെപ്പായിട്ട് നൽകുന്ന അഡൽഹറോ എന്ന പേരിൽ വന്ന മരുന്നാണ് അഡുക്കാനുമാബ്. സോ മോണോക്ലോണൽ ആന്റിബോഡിയാണ്. ഇപ്പോൾ 2023 ലെക്കംബി എന്ന പേരിൽ കുത്തിവെപ്പായിട്ട് വരുന്ന പുതിയൊരു മരുന്ന് കൂടി വന്നിട്ടുണ്ട്. അതിന്റെ പേര് ലെക്കാനിമാബ് എന്നാണ്, ലെക്കാനിമാബ്. സോ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഈ മരുന്ന് രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്ത അമൈലോയിഡ് ബീറ്റ, അമൈലോയിഡ്സിനെ നശിപ്പിക്കുന്ന മരുന്നുകളാണ്. അവ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള മരുന്നുകളുടെ വിഭാഗത്തിൽ വരുന്ന മരുന്നാണ് ഈ രണ്ടെണ്ണം. സോ ഇത്രയുമാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ. ഈ രോഗത്തിന്, അൽഷീമേഴ്സ് ഡിസീസിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ രോഗത്തിന് ഗുണകരമാണ് എന്ന് കരുതുന്ന പല മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് ആസ്പിരിൻ ഇതിനുവേണ്ടി ആരും കഴിക്കാറില്ല. ആസ്പിരിൻ ലോ ഡോസ് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ഈ അൽഷീമേഴ്സ് കുറഞ്ഞേക്കാം. ദെൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന നമ്മൾ സാധാരണ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻസ് മരുന്നുകളും ഓർമ്മക്കുറവൊക്കെ കുറെ അധികം കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും ഈ അസുഖത്തിനായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റ് സ്ട്രോക്കിനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ മൂലം കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓർമ്മക്കുറവ് കുറയ്ക്കുന്നു എന്നാണ് ഒരു നിഗമനം. ദെൻ തലച്ചോറിൽ ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ന്യൂട്രോപിക്സ്, നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ന്യൂട്രോപിക്സ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകളെ കുറിച്ച്, ഓർമ്മശക്തി കൂട്ടാൻ എന്നൊക്കെ പറയും. സോ അത്തരം മരുന്നുകൾ ഉപയോഗിച്ചേക്കാം. അത്തരം മരുന്നുകളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് പൈറാസിറ്റാം ആണെന്ന് നമുക്കറിയാം. പൈറാസിറ്റാം ചിലപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ചേക്കാം. ദെൻ ഉള്ളൊരെണ്ണം ഹുപ്പർസിൻ ആണ്, ഹുപ്പർസിൻ എന്ന് പറയുന്ന ഹുപ്പർസിൻ A, അതൊരു ചെടിയുടെ ഒരു എക്സ്ട്രാക്ട് ആണ്. ദെൻ അസറ്റൈൽ എൽ കാർണിറ്റിൻ, ഈ ലിസ്റ്റൊക്കെ നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളതാണ്. വിൻപോസെറ്റിൻ എന്ന് പറയുന്ന മരുന്ന്, ദെൻ ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന മരുന്ന്, ദെൻ ഈസ്ട്രോജൻസ്. സോ ഇതെല്ലാം ഉപയോഗപ്രദമാണ് എന്ന് കരുതി ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പ്രൂവൺ അല്ല, വിത്ത് സക്സ്, അതിന്റെ കഴിവ് തെളിയിക്കപ്പെടാത്ത മരുന്നുകളാണ്. ദെൻ പരാജയപ്പെട്ട ചില മരുന്നുകൾ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. കാരണം നമ്മൾ അതിന്റെ പാത്തോഫിസിയോളജി പഠിച്ചപ്പോൾ ഗാമ സെക്രിറ്റേസിനെ തടയുന്ന ചില മരുന്നുകൾ നമ്മൾ പറഞ്ഞു. ഗാമ സെക്രിറ്റേസിന്റെ റോൾ എന്താന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഗാമ സെക്രിറ്റേസിനെ തടയുന്ന മരുന്ന് ഒന്നായിരുന്നു ടാരൻ ഫ്ലുർബിൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് പേര് മാത്രം ഞാൻ എഴുതിയിരിക്കുകയാണ്. ദെൻ സെമാഗാസെസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന്. ദെൻ അതേപോലെ തന്നെ ബീറ്റ സെക്രിറ്റേസ് ആണ് ഏറ്റവും അപകടകാരി എന്ന് നമുക്കറിയാം. അതിനെ തടയുന്ന മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കി നോക്കി. ആ മരുന്നുകളുടെ പേര് വെറുബിസ്റ്റാറ്റ്. ഇതേപോലെയുള്ള ഒരു സ്റ്റാറ്റ് ആണ് ലാന ബി സി. സോ പക്ഷെ ഇതൊന്നും വിജയിച്ചില്ല. ഈ മരുന്നുകൾ ഇതൊക്കെ വിജയിക്കും എന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ ഇതൊന്നും വിജയിച്ചു. സോ ഇതൊക്കെ പഠനങ്ങളിൽ നിന്ന് പിൻവലിച്ചു. സോ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് ഇത് 3 ആണ്. വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാവുന്നത് പൈറാസിറ്റാം ആണ്. ഇതെല്ലാം ഡോക്ടർമാര് പലതും സപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഴുതുക, അല്ലെങ്കിൽ ആളുകൾ സ്വയമായിട്ട് വാങ്ങിച്ചൊക്കെ കഴിക്കുന്നുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഇപ്പോഴത്തെ ഒരു പിക്ചർ അബൌട്ട് ദ ഡ്രഗ് ട്രീറ്റ്മെന്റ് ഇൻ അൽഷീമേഴ്സ് ഡിസീസ്. നമുക്കിനി ഓരോ ഗ്രൂപ്പ് മരുന്നുകളെ കുറിച്ച് കാണാം. അപ്പൊ നമുക്ക് ആദ്യ വിഭാഗം മരുന്നുകളിലേക്ക് വരാം. ആദ്യ വിഭാഗം മരുന്നുകൾ തലച്ചോറിലെ നമ്മളുടെ നാഡികൾ തമ്മിൽ ബന്ധപ്പെടാം. ഇതൊരു ന്യൂറോൺ ആണ്, ഇതൊരു ന്യൂറോൺ ആണ്. ഇവ തമ്മിൽ ബന്ധപ്പെടുന്ന സിനാപ്സിലാണ്. സോ ഇവിടെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. സോ കെമിക്കൽസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നു, അത് ഇവിടെ പോയി പിടിക്കും. ഇതിനാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. അൽഷീമേഴ്സ് രോഗത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു.
പറഞ്ഞു 3 സ്ഥലങ്ങൾ, തലച്ചോറിലെ എൻഡോറൈനൽ ഏരിയ, ദെൻ ഹിപ്പോകാമ്പൽ ഏരിയ, ദെൻ തലച്ചോറിലെ മറ്റൊരു ഭാഗമാണ് ന്യൂക്ലിയസ് ബേസാലിസ്. സോ അവിടെ നിന്ന് കോർട്ടക്സിലേക്ക് പോകുന്ന ന്യൂറോ. സോ ഇവിടെ എല്ലാം എന്താന്ന് അറിഞ്ഞിരിക്കുന്ന അമൈലോയിഡ് പ്രോട്ടീൻസും ന്യൂറോ ഫിബ്രിലറി ടാങ്കിൾസും ഉണ്ടായി നശിച്ചു നിൽക്കുക. സോ അവിടെ നിന്ന് അസിറ്റൈൽ കോളിൻ അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഒന്നും കാര്യക്ഷമമല്ല. സോ അപ്പോൾ ഇവിടെ വിടുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം കുറവായിരിക്കും, കാരണം കാര്യമായിട്ട് ഇതിനകത്തൊന്നും വിടാൻ പറ്റും. സോ അപ്പോൾ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നമുക്കൊന്ന് സംരക്ഷിക്കാം അല്ലെങ്കിൽ കൂടുതൽ നേരം പ്രവർത്തനം ദീർഘിപ്പിക്കാൻ പറ്റുന്ന തരം മരുന്നുകളാണ് കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മുടെ ആദ്യ ഗ്രൂപ്പ് ഓഫ് മരുന്ന്. സോ അപ്പോൾ അത് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് കോളിൻ എസ്റ്ററേസ് ഉള്ളത്. സോ കോളിൻ എസ്റ്ററേസ് ആണ് അസിറ്റൈൽ കോളിൻ. ഈ അസിറ്റൈൽ കോളിൻ ഇവിടെ വരുന്നു, അതിനെ കോളിനും അസിറ്റേറ്റ് ആയിട്ട് മാറ്റുന്നത് കോളിൻ എസ്റ്ററേസ് ആണ്. സോ ഇഫ് യു ഇൻഹിബിറ്റ് ദിസ്, ഇവിടെ പോയി ഇതിനെ അങ്ങ് തടഞ്ഞാൽ ഈ അസിറ്റൈൽ കോളിൻ കൂടുതൽ നേരം ഇവിടെ ബൈൻഡ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അസിറ്റൈൽ കോളിന്റെ പ്രവർത്തനം കൂടുതൽ നേരം നടക്കും. സോ ഇതാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന അതിന്റെ ബേസ്. സോ ദീസ് ആർ റിവേഴ്സിബിൾ ആണ് ആൻഡ് ദീസ് ആർ സെറിബ്രോ സെലക്റ്റീവ് ആണ്. സെറിബ്രോ സെലക്റ്റീവ് ബ്രെയിനിൽ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ് കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഇതാണ് ഇവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ അപ്പോൾ നമുക്ക് ഒരു മരുന്നായിട്ട് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇത് ബ്രെയിനിലെത്തണം, മരുന്ന് ബ്രെയിനിലെത്തണം. സോ ഓൾ ദീസ് ആർ ടെർഷ്യറി അമീൻസ് ആണ്. ടെർഷ്യറി അമീൻസ് ആണ് ബ്രെയിനിലെത്തും. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ആണെങ്കിൽ എത്തില്ല. സോ ദീസ് ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. തലച്ചോറിൽ സോ നമ്മൾ ആദ്യം കണ്ടെത്തിയ മരുന്നും അല്ലെങ്കിൽ ഉപയോഗിച്ച മരുന്നും ടാക്രിൻ എന്ന മരുന്നായിരുന്നു. ടാക്രിനാണ് നമ്മുടെ ആദ്യത്തെ അൽഷീമേഴ്സിന് ഉപയോഗിച്ചിട്ടുള്ള മരുന്ന്. പക്ഷേ ഇതിന് ഹെപ്പാറ്റോടോക്സിറ്റി, കരൾ രോഗങ്ങൾ ഉണ്ടാകും. സോ ഹെപ്പാറ്റോടോക്സിറ്റി വരുന്നത് മൂലം ഈ മരുന്ന് നമ്മുടെ ഉപയോഗം നമ്മൾ അല്ലെങ്കിൽ നിരോധിച്ചു. ഇനി ഇപ്പോൾ ഉപയോഗത്തിലുള്ള മരുന്നുകൾ 3 എണ്ണമാണ്. അതിൽ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് ഡോണപെസിൽ എന്ന് പറയുന്ന മരുന്ന്. ഡോണപെസിൽ ഈസ് ദ നമ്പർ 1. സോ ഇറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ അൽഷീമേഴ്സ് ഡിസീസ്. എല്ലാ അൽഷീമേഴ്സിലും അല്ല, മൈൽഡ് ടു മോഡറേറ്റ്, മിക്കവാറും തുടക്കം ഡോണപെസിൽ നിന്നായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ലോങ്സ്റ്റ് ആക്ടിങ്, ഏറ്റവും ദീർഘനേരം പ്രവർത്തിക്കുന്ന അൽഷീമേഴ്സ് ഡിസീസിന് ഉപയോഗിക്കുന്ന മരുന്ന് കൂടി ഇതാണ്. സോ അതുകൊണ്ട് ദിവസം ഒരു നേരം മതി, OD ഡോസിങ് മതി. സാധാരണ ഇതിന്റെ ഡോസ് രാത്രി 5 to 10 മില്ലിഗ്രാം ആണ്. മിക്കവാറും 5 മില്ലിഗ്രാമിൽ തുടങ്ങി പിന്നീട് പതിയെ വർദ്ധിപ്പിച്ചിട്ട് 4 to 8 ആഴ്ചകൾ കൊണ്ട് വർദ്ധിപ്പിച്ചിട്ട് 10 മില്ലിഗ്രാം വീതം രാത്രി. സോ അപ്പോൾ മരുന്നുകൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് ഉണ്ടാക്കും, ബ്രെയിൻ ഓണതാണ് ഉറക്കക്കുറവ്, സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ഇൻസോംനിയ, നൗസിയ അല്ലെങ്കിൽ ഓക്കാനം, വയറിളക്കം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയൽ, ക്ഷീണം, ദെൻ മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ പേശി വലിച്ചിൽ. സോ ഇതൊക്കെയാണ് ഈ മരുന്ന് ഉണ്ടാക്കാനുള്ള ദോഷഫലം. ദെൻ ഈ മരുന്നിനൊപ്പം നമുക്ക് NSAIDs കൊടുത്തു കഴിഞ്ഞാൽ അൾസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഡോണപെസിൽ ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ്. ഇതാണ് കേട്ടോ ഇതിന് ഗ്രൂപ്പിലെ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ്. ഇനി അടുത്ത മരുന്ന് നമുക്കുള്ളത് റിവാസ്റ്റിക്മിൻ ആണ്. റിവാസ്റ്റിക്മിൻ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗനിലൊക്കെ കൊടുത്തായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത്. സോ ഇത് ചർമ്മത്തിൽ ഒട്ടിച്ചു വെക്കാനുള്ള ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഡെർമൽ പാച്ച്. സോ അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് മൂന്നാമത്തെ മരുന്ന് ഗാലന്റമിൻ ആണ്. ഗാലന്റമിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഗാലന്റമിൻ ആണ് തേർഡ് ഡ്രഗ് ഇൻ കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിൽ വരുന്നത്. ഈ ഗാലന്റമിൻ ഇതൊരു ചെടിയിൽ നിന്ന് കിട്ടുന്ന, ഒരു ചെടിയല്ല പലതരം ചെടികളിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നാണ്. സോ അമാരില്ലിഡേസി എന്നാണ് അതിന് പറയുക. അമാരില്ലിഡേസി അല്ലെങ്കിൽ സ്നോ ഡ്രോപ്പ് എന്ന് പറയുന്ന തരം ചെടികളിൽ നിന്ന് കിട്ടുന്ന, ആ പ്ലാന്റിലെ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഒരു ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ്. ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ് ഈ ഗാലന്റമിൻ എന്ന് പറയുന്നത്. സോ ഇതിന് 2 ആക്ഷൻ ഉണ്ട്. ഇവിടെ പറയുന്ന കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്ററി ആക്ഷൻ ആണ്, ഈ ആക്ഷൻ ആണ് ഒന്ന്. രണ്ടാമത് ഇതിന് കുറച്ച് NMDA ആന്റഗോണിസ്റ്റിക് ആക്ഷൻ കൂടി ഉണ്ട് എന്നുകൂടി പറയപ്പെടും. സോ ഗാലന്റമിൻ എക്സ്റ്റെൻഡഡ് റിലീസ് പ്രിപ്പറേഷൻ ആയിട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ചെടിയുടെ എക്സ്ട്രാക്ട് ആയിട്ടും അവൈലബിൾ ആണ്. സാധാരണ 4 മില്ലിഗ്രാം, 4 മില്ലിഗ്രാം, 8 മില്ലിഗ്രാം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് പരമാവധി 24 മില്ലിഗ്രാം വരെയാണ് ഗാലന്റമിൻ ഉപയോഗിക്കുക. റാസാഡൈൻ എന്ന പേരിലാണ് തോന്നുന്നു ഇത് അവൈലബിൾ. സോ ഇതാണ് കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്. നമ്പർ 1 ഈസ് ഡോണപെസിൽ. ഇനി ഈ മരുന്നുകൾ കൊണ്ട് ഫലമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി സിവിയർ കണ്ടീഷൻസ്, കുറച്ചും കൂടി സിവിയർ, വെരി സിവിയർ അല്ല, മോഡറേറ്റ്ലി സിവിയർ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നാണ് മെമാൻറ്റിൻ എന്ന് പറയുന്ന മരുന്ന്. മെമാൻറ്റിൻ വെരി ഫേമസ് മരുന്നാണ് മെമാൻറ്റിൻ. സോ ഇതിന്റെ മെക്കാനിസം, ഏറ്റവും കൃത്യമായിട്ട് മെക്കാനിസം എഴുതണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. ഇറ്റ് ഈസ് നോൺ കോമ്പറ്റീറ്റീവ് എന്ന് എഴുതണം. നോൺ കോമ്പറ്റീറ്റീവ് എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓപ്പൺ ചാനൽ എന്ന് കൂടി എഴുതണം. നോൺ കോമ്പറ്റീറ്റീവ് ഓപ്പൺ ചാനൽ NMDA മീൻസ് ഇറ്റ്സ് എ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് എഴുതണം. സോ ഇതാണ് കൃത്യമായ വാക്ക്.
നോൺ കോമ്പറ്റീറ്റീവ് ഓപ്പൺ ചാനൽ NMDA antagonist. സോ ഇത് തലച്ചോറിൽ അമൈലോയിഡ് പ്ലേക്സ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു, ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സോ ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗ്ലൂട്ടമേറ്റ് എക്സൈറ്റോടോക്സിസിറ്റി. സോ ഗ്ലൂട്ടമേറ്റ് അമിതമാകുന്നു. അതുമൂലം ഗ്ലൂട്ടമേറ്റ് നമുക്കറിയാം ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന എക്സൈറ്റോടോക്സിൻ. സോ ഈ മരുന്ന് മെമാൻറ്റിന്റെ പ്രത്യേകത, മെമാൻറ്റിൻ എന്ന് പറയുന്ന മരുന്ന് ഈ എക്സൈറ്റോടോക്സിറ്റി ആണ് തടയുന്നത്. സോ ദിസ് ഇൻഹിബിറ്റ് ദിസ് എക്സൈറ്റോടോക്സിറ്റി. ഗ്ലൂട്ടമേറ്റ് അമിതമായി ഉണ്ടാകാവുന്ന എക്സൈറ്റോടോക്സിറ്റി മാത്രമേ തടയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ഏറ്റവും സവിശേഷകരമായിട്ടുള്ള പ്രത്യേകത. നോർമൽ ഗ്ലൂട്ടമേറ്റ് നമ്മുടെ അത്യാവശ്യമാണല്ലോ. സോ ആ പ്രവർത്തനത്തിന് ഈ മരുന്ന് കാര്യമായ തടസ്സം ഇല്ല. സോ എക്സസീവ് ഗ്ലൂട്ടമേറ്റ് റിലീസ് ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ തടയുമ്പോൾ മറ്റു പ്രശ്നങ്ങളെല്ലാം കുറയും. സോ അസിറ്റൈൽകോളിന്റെ ആക്ഷൻസ് ഒക്കെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യും ആ സമയം. ഇനി നമുക്ക് ഇവിടെ റിസപ്റ്റർ മെക്കാനിസം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇത് UG ലെവലിലെ ആൾക്കാർക്ക് അത്ര അധികം ആവശ്യമൊന്നുമില്ല, PG ലെവലിലെ പിള്ളേർക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ദീർഘമായിട്ടല്ല, ഒന്ന് കുറച്ച് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഇത് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ, മെമാൻറ്റിൻ ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു NMDA ആണ്. NMDA റിസപ്റ്റർ. സോ NMDA ഒരു ഗ്ലൂട്ടമേറ്റിന്റെ റിസപ്റ്റർ ആണ്. ആൻഡ് ഗ്ലൂട്ടമേറ്റ് ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിയാണ്, ബ്രെയിനിലെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഗ്ലൂട്ടമേറ്റിന് ഇയാൾ മാത്രമല്ല, NMDA അല്ലാതെ പിന്നെ AMPA ഉണ്ട്, AMPA ഉണ്ട്, ദെൻ കൈനേറ്റ് റിസപ്റ്റർ കൂടിയുണ്ട്. സോ 2 റിസപ്റ്റർ കൂടിയുണ്ട്. സോ ടോട്ടൽ 3 റിസപ്റ്ററിലൂടെയാണ് ഗ്ലൂട്ടമേറ്റ് വർക്ക് ചെയ്യുക. സോ NMDA ഇപ്പോൾ NMDA റിസപ്റ്റർ ഞാനൊന്ന് വരയ്ക്കുകയാണെങ്കിൽ NMDA റിസപ്റ്റർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, NMDA റിസപ്റ്റർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സോ NMDA ഒരു ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ. സോ ഇതിനകത്ത് കൂടി സോഡിയം അകത്തേക്ക് കയറും, സെല്ലിനകത്തേക്ക് സോഡിയം കയറും, ദെൻ കാൽഷ്യം കയറും, വേണമെങ്കിൽ പൊട്ടാസ്യത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊരു 1 2 3 4 പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഒരു ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനലാണ്. നമ്മൾ ഇതേപോലത്തെ 5 എണ്ണം ഉള്ളതാണ് നമ്മൾ നിക്കോട്ടിനിക് റിസപ്റ്റർ പഠിച്ചത്. പക്ഷെ ഇതിന് 4 എണ്ണേ ഉള്ളൂ. ഇതിൽ 2 എണ്ണം എന്ന് പറയുന്നത് ഗ്ലൂ N1 ആണ്. ഗ്ലൂ N1ൽ ഒട്ടിച്ചേരുന്ന, ഇവിടെ ഒട്ടിച്ചേരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൈസീൻ ആണ്. ഗ്ലൈസീൻ മിക്കവാറും ഇവിടെ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. സോ ഗ്ലൂട്ടമേറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ, NMDAയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഗ്ലൈസീൻ അവിടെ ഒട്ടിച്ചേരണം എന്ന് ഒന്ന് ഓർത്തിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. 2 പ്രോട്ടീനുകളിൽ ഒന്ന് വേണമെങ്കിൽ ഗ്ലൂ 2 ആകാം. ദിസ് ക്യാൻ ബി ഓർ ഗ്ലൂ 2 തന്നെ ആകാം, അല്ലെങ്കിൽ ഗ്ലൂ 3 ആകാം. ഗ്ലൂ 3 ആണെങ്കിൽ അവിടെയും ഗ്ലൈസീൻ തന്നെയാണ് ഒട്ടിച്ചേരുക. ഗ്ലൂ 2 ആണെങ്കിൽ അതിൽ നമ്മുടെ ഗ്ലൂട്ടമേറ്റ് ആയിരിക്കും ഒട്ടിച്ചേരുക. സോ ഇത് ഗ്ലൂ 2 ആണെന്ന് പറഞ്ഞു, ഗ്ലൂട്ടമേറ്റ് ഉണ്ട്. സോ ഗ്ലൂട്ടമേറ്റ് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴാണ് ഈ ചാനൽ തുറക്കുക. ഈ ചാനൽ തുറന്ന് സോഡിയവും കാൽഷ്യവും ഒക്കെ അകത്തേക്ക് കയറും. സോ ഗ്ലൂട്ടമേറ്റ് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഗ്ലൂട്ടമേറ്റ് ഇസ് ദ ലിഗൻഡ്. സോ ഈ ലിഗൻഡ് ഓപ്പൺ ചെയ്യുന്നത് ഗ്ലൂട്ടമേറ്റ് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴാണ്. ഗ്ലൈസിൻ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കും. ഈ ചാനൽ തുറക്കുമ്പോൾ തന്നെ, ഇപ്പൊ ഞാൻ വീണ്ടും ചാനൽ എന്ന് വരയ്ക്കാം. ഇങ്ങനെ ചാനൽ തുറന്ന അപ്പൊ തന്നെ ഇത് ഒട്ടിച്ചേർന്ന ഉടനെ തന്നെ, സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കും. അസിറ്റൈൽകോളിൻ ഒട്ടിച്ചേരുന്നു അല്ലെ, ചാനൽ തുറക്കുന്നു, സോഡിയം അകത്തേക്ക് കയറുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഈ ഗ്ലൂട്ടമേറ്റ് ഇവിടെ ഒട്ടിച്ചേരുന്നവിടെ ചാനൽ തുറക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത. കാരണം ഇടയിൽ ചാനൽ തുറക്കുമ്പോൾ തന്നെ വേറൊരാളെ ഇടയിൽ കയറിയിരിക്കും. അയാളുടെ പേര് മഗ്നീഷ്യം എന്ന്. മഗ്നീഷ്യത്തിന് അകത്തേക്ക് കയറാനുള്ള ഒരു വാസന ഉണ്ട്, പക്ഷെ മഗ്നീഷ്യം അകത്തേക്ക് വലുതാണ്. മഗ്നീഷ്യം അകത്തേക്ക് കയറാതെ ഇവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മഗ്നീഷ്യത്തിന് അകത്തേക്ക് കയറാനുള്ള വാസന കുറക്കണം. സോ ഇതിനകം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വെക്കുള്ളൂ. അപ്പൊ അതിന് നമ്മൾ AMPA റിസപ്റ്റർ, ഇവിടെ AMPA റിസപ്റ്റർ ഉണ്ട്, NMDA ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് AMPA റിസപ്റ്റർ തുറന്ന് സോഡിയം അകത്ത് കയറ്റി പോസിറ്റീവ് ആക്കുമ്പോൾ മഗ്നീഷ്യം പുറത്തേക്ക് പോകും. ഈ മഗ്നീഷ്യം പുറത്ത് പോകുമ്പോൾ ഞാൻ വീണ്ടും റിസപ്റ്റർ ഒന്നുകൂടി വരയ്ക്കാം. 4 എണ്ണം ഉള്ളൂ. ഇതകത്തുള്ള ചാനൽ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് മഗ്നീഷ്യം പോവുകയും ഇത് തുറക്കുകയും ചെയ്തിരിക്കുക. സോ നൗ ദിസ് ഈസ് ഇൻ ഓപ്പൺ സ്റ്റേറ്റ്. ഇവിടെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മെമാൻറ്റിൻ എന്ന് പറയുന്ന മരുന്ന് ഒട്ടിച്ചേരുക. സോ മെമാൻറ്റിൻ, അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സ്റ്റേറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. സോ മെമാൻറ്റിന്റെ പ്രത്യേകത, ഇത് ചാനൽ തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഒട്ടിച്ചേരൂ. ഇപ്പൊ ചാനൽ അടഞ്ഞു എന്ന് കരുതുക, കുറച്ച് കഴിയുമ്പോൾ ചാനൽ അടയുമ്പോഴത്തേക്കും മെമാൻറ്റിൻ പുറത്തേക്ക് പോകും. ഓക്കെ, ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. മെമാൻറ്റിൻ കയറി ഇവിടെ ഫുൾ ടൈം ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയല്ല, ചാനൽ അടയുമ്പോൾ മെമാൻറ്റിനും പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ മരുന്നിന് ചാനലിനെ സ്ഥിരമായി അടക്കുന്ന ദോഷങ്ങളില്ല. സോ ഇതാണ് നമ്മൾ ഓപ്പൺ ചാനൽ NMDA antagonist
എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, സോ അതുകൊണ്ട് മരുന്നിന് എക്സൈറ്റോടോക്സിറ്റി മൂലമുള്ള ഡീജനറേഷൻ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് കൂടുതലായിട്ട് അകത്തേക്ക് കയറുമ്പോൾ കാൽഷ്യവും സോഡിയം ഒക്കെ സെല്ലിനകത്തേക്ക് കയറുമ്പോൾ കഴിയുമ്പോൾ എക്സൈറ്റേഷൻ കൂടുതലായിരിക്കും നടക്കുക. സോ സ്ഥിരമായിട്ട് അത് കുറയും. എക്സൈറ്റേറ്ററി അമിതമായിട്ട് ഗ്ലൂട്ടമേറ്റ് വന്ന് ചേരുമ്പോൾ തുറക്കുന്നത് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ ഓൾറെഡി ഉള്ള അമൈലോയിഡ് പ്ലേക്സ് അല്ലെങ്കിൽ NFT ഒന്നും ചെയ്യാനായിട്ട് ഈ മരുന്നുകൾക്കും പറ്റില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ മരുന്നുകൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സിനും പറ്റില്ല, മെമാൻറ്റിനും പറ്റില്ല. സോ മെമാൻറ്റിൻ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 5 മില്ലിഗ്രാമിലായിരിക്കും തുടങ്ങുക. ദെൻ എക്സ്റ്റെൻഡഡ് റിലീസ് ആണെങ്കിൽ 7 മില്ലിഗ്രാം ദിവസം ഒരു നേരമായിരിക്കും കഴിക്കുക. 5 മില്ലിഗ്രാമിന്റെ മരുന്ന് തുടങ്ങി 10 മില്ലിഗ്രാം വീതം 2 നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മില്ലിഗ്രാം ദിവസമായിരിക്കും കഴിക്കുക. ഇത് പക്ഷേ 28 മില്ലിഗ്രാം ദിവസം ഒരു നേരം, ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സ്റ്റെൻഡഡ് റിലീസ് പ്രിപ്പറേഷൻ. ദെൻ ഡോണപ്പിസിലും മെമാൻറ്റിനും ഒരുമിച്ച് കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈസ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറ്റില്ല എന്നാണ് പറയുന്നത്. നൈസ് ഗൈഡ് ലൈൻസ് അനുവദിക്കുന്നില്ല, പക്ഷേ എല്ലാ ആൾക്കാരും മെമാൻറ്റിനും ഡോണപ്പിസിലും ഒരുമിച്ച് കൊടുക്കാറുണ്ട്. ആൻഡ് ദിസ് മെമാൻറ്റിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ സം അതർ ഡെമൻഷ്യാസ്, മറ്റ് പല മറവികളിലും ചില വേദനകളിലും വരെ ഇത് ഉപയോഗിച്ചേക്കും ചിലപ്പോൾ. ഇതൊന്നും അപ്രൂവ്ഡ് യൂസ് അല്ല, ദീസ് ആർ എന്താ പറയാ അല്ലാത്ത യൂസുകളാണ്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന യൂസുകളാണ്. ദെൻ വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്? തലവേദന, ഹെഡേക്ക് ഉണ്ടാക്കും, മലബന്ധം ഓർ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, ഉറക്കം, ക്ഷീണം ഉണ്ടാക്കും, മയക്കം ഉണ്ടാക്കും. സോ ഇതൊക്കെയാണ് സാധാരണ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സീരിയസ് അഡ്വേഴ്സ് എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയണമല്ലോ. അതൊന്ന് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദെൻ സൈക്കോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അതും പറയും, അതും ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം. സോ ദിസ് അബൌട്ട് മെമാൻറ്റിൻ. ഇനി ഞാൻ പറയുന്ന 2 മരുന്നുകളും ലേറ്റസ്റ്റ് മരുന്നുകളാണ്. രണ്ടും മോണോക്ലോണൽ ആന്റിബോഡീസ് ഓർ മാപ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. മാപ്സ് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. ആൻഡ് ഇതിന്റെ ടാർഗറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അമൈലോയിഡ് ആണ്. അമൈലോയിഡ് പ്ലേക്സ് എന്താണ്, അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇൻ അൽഷീമേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അമൈലോയിഡ് പ്ലേക്സ് സെല്ലിന് പുറത്ത് അല്ലെങ്കിൽ ന്യൂറോണിന് പുറത്തുണ്ടാവുന്നതും ന്യൂറോണിന്റെ അകത്ത് NFT ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് ഉണ്ടാവുന്നതാണ്. സോ ഓൾറെഡി ഫോം ചെയ്ത അമൈലോയിഡ് പ്ലേക്സിനെ ഇത് ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ളതാണ് ഈ മരുന്നുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. സോ ഒരു രോഗിക്ക് അസുഖം ഉണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്ന കണ്ടുപിടുത്തമാണ് ഈ മരുന്ന്. റിവേഴ്സൽ ഓഫ് ദ ഡിസീസ്. സോ ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ കണ്ടുപിടുത്തമായത് മൂലമാണ് ഈ മരുന്നുകൾക്ക് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. മൈൽഡ് ഡെമൻഷ്യയിലാണ് ഇപ്പൊ സാധാരണ ഉപയോഗിക്കുക. പല ഇതിനോട് അഗ്രി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും US FDA അപ്രൂവ്ഡ് ഫോർ ദിസ് കേസ്. 2 മരുന്നുകളാണ്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അഡുക്കാനുമാബ് ആണ്. അടുത്തത് ലെക്കാനിമാബ്. സോ 2 രണ്ടും 2 കമ്പനിയുടെയാണ്. ഇത് 2023 ലേറ്റസ്റ്റ് ആണ്, ഇത് 2021 രണ്ടും ഇഞ്ചക്ഷൻ ആണ്, കുത്തിവെപ്പാണ്, IV ആയിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ്. അഡുക്കാനുമാബ് കൊടുക്കുന്നത് 100 മില്ലിഗ്രാം ആണ്. 100 മില്ലിഗ്രാം 4 ആഴ്ച ഇടവേളകൾ, മിനിമം 21 ദിവസത്തെ ഇടവേളകൾ എങ്കിലും എടുത്തേ കുത്തിവെക്കാവൂ. ലെക്കാനുമാബ് ആണെങ്കിൽ 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന തോതിലാണ് കുത്തിവെക്കുക. അത് പക്ഷെ 2 ആഴ്ച കൂടുമ്പോൾ കുത്തിവെക്കുക. എത്ര നാൾ ആണെന്ന് വെച്ചാൽ 7 to അതിൽ കൂടുതൽ, 14 ആഴ്ച, അങ്ങനെ 14 തവണ അങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷെ ഇടയിലൊക്കെ എന്ത് ചെയ്ത് നോക്കണം? MRI സ്കാൻ ചെയ്തു. ആദ്യം MRI സ്കാൻ ചെയ്യണം. MRI സ്കാൻ ചെയ്തിട്ട് അമൈലോയിഡ് പ്ലേക്സ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ മരുന്നുകൾ കുത്തിവെക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. ഈ മരുന്ന് കുത്തിവെച്ചിട്ട് അമൈലോയിഡ് പ്ലേക്സ് കുറയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം. സോ പുതിയ മരുന്നുകളായതുകൊണ്ട് ഞാൻ ഇതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും മാപ്സ് ആണ്, കുത്തിവെക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ദീർഘകാലമായിട്ടുള്ള പഠനങ്ങൾ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ഇനി അൽഷീമേഴ്സ് ഡിസീസ് ഉണ്ട്, അതിനൊപ്പം ഒരാൾക്ക് എപ്പിലെപ്സി ഓർ സീഷേഴ്സ് കൂടി ഉണ്ടെങ്കിൽ ഏത് മരുന്നാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലെവ്ടൈറാസിറ്റാം കൊടുക്കാം. കാരണം പാരാസിറ്റാം പോലെയുള്ള ന്യൂട്രോപിക്സിന്റെ ഒരു വകഭേദമാണ് ലെവ്ടൈറാസിറ്റാം, വിൽ ബി ഗുഡ്. ദെൻ ഒരാൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അൽഷീമേഴ്സിന്റെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഓൺലി SSRI ആണ് കൊടുക്കുക. TCA നമ്മൾ കൊടുക്കാൻ പാടില്ല. ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് കൊടുക്കരുത്. ദെൻ ഹാലൂസിനേഷൻ ഉണ്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ സൈക്കോസിസ് ഉണ്ടെങ്കിൽ ഓൺലി എറ്റിപ്പിക്കൽ മാത്രമേ കൊടുക്കാവൂ. ഏത് കൊടുക്കാൻ പാടില്ല? ടിപ്പിക്കൽ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് TCA ടിപ്പിക്കലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ രണ്ടിനും ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോളിനർജിക് ആക്ഷൻ വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ആന്റി കോളിനർജിക് എഫക്റ്റ് ആണെങ്കിൽ നമുക്ക് ഗുണം കുറയും. അതുകൊണ്ടാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പറയും. നമ്മൾ ആദ്യം പറഞ്ഞ മരുന്നുകൾ 2 ഗ്രൂപ്പുകളാണ്. മെമാൻറ്റിനും ഡോണപ്പിസിലും ഒക്കെയാണ് ഏറ്റവും ഫേമസ്
ഫേമസ് മരുന്നുകൾ. ഇത് പുതിയ മരുന്നുകളാണ്, പക്ഷേ ഇത് അപ്രൂവ്ഡ് മരുന്നുകളാണ്, അതുകൊണ്ടാണ് ഇതും പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അൽഷീമേഴ്സ് ഡിസീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.